നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ ജൂത ഭൂരിപക്ഷ പ്രദേശമായ ഗോൾഡേഴ്സ് ഗ്രീനിൽ ബുധനാഴ്ച രാവിലെ രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തെ ഭീകരാക്രമണമായി ബ്രിട്ടീഷ് പോലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സംഭവത്തിൽ 45 വയസ്സുകാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുവാനായി തെരുവിലൂടെ ഓടിയ ആക്രമി ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 34 76 വയസ്സുള്ള രണ്ട് ജൂത വംശജർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ നില നിലവിൽ ആശങ്കാജനകമല്ലെന്ന് അധികൃതർ അറിയിച്ചു. 45-കാരനായ പ്രതിയെ ടൈസർ ഗൺ ഉപയോഗിച്ചാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഗോൾഡേഴ്സ് ഗ്രീൻ റോഡിലെ ഒരു ബസ് സ്റ്റോപ്പിന് സമീപം നിൽക്കുകയായിരുന്നവർക്ക് നേരെ ആക്രമി കത്തിയുമായി ചാടി വീഴുകയായിരുന്നു. ജൂത വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുവാനാണ് ഇയാൾ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കി. പിടികൂടിയ പ്രതി സൊമാലിയയിൽ ജനിച്ച ബ്രിട്ടീഷ് പൗരനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളെ ലണ്ടനിലെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്നും ഇയാളുടെ കൃത്യമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബ്രിട്ടനിൽ ജൂതവംശജർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ബ്രിട്ടനിലെ ഏകദേശം 2,90,000 വരുന്ന ജൂത ജനസംഖ്യ വലിയ ഭീതിയിലാണെന്ന് കമ്മ്യൂണിറ്റി നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സിനഗോഗുകൾക്കും ആംബുലൻസുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവം. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.